പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ തൊടുപുഴയാണ്. ഇവിടെ ലിസി ചേച്ചിയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. ലിസി ചേച്ചിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷൈനിയുടെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തായിരുന്നു ലിസി ചേച്ചി. അന്ന് ലിസി ചേച്ചിയായിരുന്നു ഷൈനിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചാനലിലേക്ക് പറഞ്ഞത്. ഷൈനി മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം പൂർത്തിയായി. ഫെബ്രുവരി 28-ാം തീയതിയായിരുന്നു ഷൈനി മരിച്ചത്. ഇവാന, അലീന എന്ന കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഓടുന്ന ട്രെയിനിൻ്റെ മുൻപിലേക്ക് ഏറ്റുമാനൂർ റെയിൽവേ ട്രാക്കിൽ പോയി അന്ന് മരിച്ച വാർത്ത നമ്മളെല്ലാവരെയും വളരെയധികം വിഷമിപ്പിച്ചതാണ്. ഇപ്പോൾ 1 വർഷം പൂർത്തിയായിരിക്കുകയാണ് ഷൈനി ഈ ലോകവാസം വെടിഞ്ഞ് പോയിട്ട്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താ സുഖമായിട്ടിരിക്കുന്നോ? ശേഷമൊന്നുമില്ല. നോബീനെ കാണാറുണ്ടോ? നോബീനെ ഒരു പ്രാവശ്യം പള്ളി വെച്ച് കണ്ടായിരുന്നു. അമ്മേനെ ഒക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പള്ളി വരാറുണ്ടോ അവര്? പള്ളിയിലൊക്കെ വരാറുണ്ട്. നാട്ടുകാരോടൊക്കെ ഇങ്ങനെ സ്നേഹമൊക്കെയാണോ? മിണ്ടുമൊക്കെ ചെയ്യോ? വർത്താനൊക്കെ ഉണ്ടോ? അങ്ങനെ വലിയ വർത്താനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അത് പള്ളിയിലൊക്കെ വരുന്നുണ്ട്. ആൾക്കാരും തന്നെ അങ്ങനെ സംസാരിക്കാറില്ല. ഷൈനിയുടെ മോനെ കാണാറുണ്ടോ? മോനെ ഞാൻ 1-2 വട്ടേ കണ്ടുള്ളൂ. പിന്നെ സുഖമായിട്ടിരിക്കുന്നല്ലേ? നമ്മുടെ തിരക്കിയായിരുന്നോ? തിരക്കിയെന്ന് പറഞ്ഞാൽ കണ്ടതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ പെരുന്നാളോടനുബന്ധിച്ചുള്ള മരിച്ചവരുടെ ഓർമ്മയുണ്ടായിരുന്നു. ആ മരിച്ചവരുടെ ഓർമ്മയിൽ ഈ കഴിഞ്ഞ 2025 മരിച്ച എല്ലാവർക്കും നമ്മുടെ അൾത്താരെ തന്നെ പൂക്കളൊക്കെ വെച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ സമയം ഈ നമ്മുടെ മരിച്ച ആളുടെ പേര് പറയുമ്പോൾ അവർക്ക് പൂക്കളിടാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് നമ്മുടെ ഷൈനിയുടെ കൊച്ചാണ് വന്ന് അവർക്ക് വേണ്ടി പൂക്കളിട്ടത്. പിന്നെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടത് സഹോദരൻ്റെ കുഞ്ഞുങ്ങളാണ് ഇട്ടത്. അങ്ങനെയാണ് ഞാൻ അന്നാണ് ലാസ്റ്റ് ആ കൊച്ചിനെ കണ്ടത്. നമുക്ക് വളരെ മനസ്സിന് വളരെയധികം വേദനയാണ് ഈ 2 കുട്ടികളെയും ഷൈനിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഒരു ദിവസം പോലും നമുക്ക് അവരെ ഓർക്കാതിരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അത്രയ്ക്കും മനസ്സിൻ്റെ ആ വിഷമം നമ്മുടെ ഈ ചുങ്കം ഇടവക്കാർക്ക് എല്ലാവർക്കും ആ ഒരു പ്രയാസമുണ്ട്. കാരണം ഒത്തിരി പേര് കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി അവരുടെ കാര്യം എന്തായാലും എങ്ങനെയാണ്, വല്ലതൊക്കെ അറിയാവോ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഇങ്ങനെ പോലീസുകാരൊരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനെ പറയാൻ ഉള്ള കാര്യങ്ങൾ ഒക്കെ എന്നോട് ചോദിച്ചു. ഞാനന്ന് നമ്മൾ അവിടെ ചാനലിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോടും പറഞ്ഞു. അന്നേരം ഈ കുഞ്ഞുങ്ങൾക്ക് അവർക്കും നീതി കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളിൽ നിന്ന് ഷൈനി ശരിക്കും ആത്മഹത്യ ചെയ്ത ആയിരിക്കാം. പക്ഷേ ഈ 2 കുഞ്ഞുങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല. കാരണം ആ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് വിഷമിച്ചതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ 12 വയസ്സും 10 വയസ്സും ഒക്കെ പ്രായമായ 2 പെൺകുട്ടികൾ അത്യാവശ്യം വളർന്ന കുഞ്ഞുങ്ങളാണ്. അവളവരെ പിടിച്ചുകൊണ്ട് നിന്നെങ്കിൽ പോലും ഒരു തട്ടിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഷൈനിനെ തട്ടിയിട്ട് അവർക്ക് ജീവിക്കണമെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഈ അമ്മയോടൊപ്പം നിന്നത്? അവരത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ അമ്മയില്ലാതെയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് അവരെ മറ്റുള്ളവർ അമ്മയില്ലാതെ ജീവിച്ചാൽ മറ്റുള്ളവർ ആ കുഞ്ഞുങ്ങളെ വളർത്തിയാലെന്നുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങളും അവളോടൊപ്പം മരണം വരിച്ചത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഷൈനിയുടെ അത്രയും തന്നെ വലുപ്പം ഉണ്ടായിരുന്നല്ലേ? ഷൈനിയുടെ അത്രയും തന്നെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അല്ലേ? വരുന്ന കുഞ്ഞുങ്ങളല്ലേ. ഒരു പ്രാവശ്യം ഞാൻ സിജിയോട് ചോദിച്ചു, കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന പ്രായമാണ്. ഒരു പ്രാവശ്യം ഞാൻ സിജിയോട് അന്ന് കഴിഞ്ഞ വർഷം വീഡിയോ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടികൾ സിജിയുടെ വീട്ടിൽ ഡാൻസ് കളിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിജിയോട് ചോദിച്ചു, സിജി കുട്ടികളുടെ വീഡിയോസ് വല്ലതും ഉണ്ടോന്ന്. അപ്പോൾ സിജി പറഞ്ഞു, എടാ ഇത് കുട്ടികളായിട്ട് പറയാൻ പറ്റിയില്ല, ഷൈനിയുടെ അത്രയും തന്നെ വലുപ്പവും അതുപോലെ തന്നെ വളർച്ചയൊക്കെയുള്ള കുട്ടിയായിരുന്നു പറഞ്ഞു.
അപ്പം ഈ കുട്ടികൾ ആ സമയത്ത് ഈ അമ്മേനെ ചേർത്ത് പിടിച്ച് തന്നെ ഒപ്പം നിന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വിഷമങ്ങളിൽ കൂടിയാണ് കടന്നു പോയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം പലരും പറഞ്ഞു ആ കുഞ്ഞുങ്ങളെ അവർക്ക് ജീവിപ്പിക്കാമായിരുന്നു എന്നുള്ളത് പറഞ്ഞപ്പോഴും അവൾ ചെയ്തതായിരിക്കാം ശരിയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം 2 പെൺകുഞ്ഞുങ്ങളാണ്. ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ആരെ ഏൽപ്പിക്കാനില്ല. അപ്പം അമ്മയുള്ളൂ ഞങ്ങൾക്ക് ശരണമെന്ന് കുഞ്ഞുങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ 2 പേരും കൂടെ ഒരു തള്ളു കൊടുത്താൽ വീടാണുള്ളത് ഷൈനേ ഉള്ളൂ. കൊച്ചുങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അവർ ഓടി രക്ഷപ്പെട്ടേനെ. പിള്ളേർ ഒരു തള്ളു കൊടുത്താൽ ഷൈന വീഴാനുള്ളതേ ഉള്ളൂ. കാരണം പിന്നെ കൊച്ചുങ്ങൾക്ക് മൂത്ത കൊച്ചിന് നല്ല 2 പേരും കൂടെ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ അവരും വേണ്ടെന്ന് വെച്ചാൽ അമ്മയില്ലാത്ത ജീവിതം ഞങ്ങൾക്കും വേണ്ട എന്ന് ആ കുഞ്ഞുങ്ങളെ തീരുമാനിച്ചതാണ്. അതാണ് അങ്ങനെ സംഭവിച്ചത്. ചേച്ചി, അന്ന് ഷൈനയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ ചാനൽ വന്നിരുന്നു തൊടുപുഴ. അപ്പോൾ അന്ന് തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ആൾക്കാർക്ക് പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു വളരെയധികം ഒരു വിഷമമാണ് അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് ചേച്ചി ഇതിനെ കാണാനും സംസാരിക്കാനും അന്ന് ആ പള്ളിമുറ്റത്ത് വെച്ച് ഇടയായത്. ചേച്ചിക്ക് എന്താ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയണമെന്നൊരു പ്രചോദനം ഉണ്ടായത്? കാരണം എനിക്ക് അതിനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു. അവൾ ഇവിടുന്ന് പോയതിന് ശേഷം ഞാനും ഷൈനയായിട്ട് പരസ്പരം സംസാരിച്ചു. ആ സംസാരത്തിലാണ് അവൾ അനുഭവിച്ച വേദനകളും പിന്നെ ത്യാഗങ്ങളും എല്ലാം സംസാരിച്ചത്. അതെന്തിനു വേണ്ടിയാണ് എന്നോട് സംസാരിച്ചതെന്ന് നമുക്കന്നൊന്നും അറിയത്തില്ലല്ലോ. കാര്യങ്ങളെല്ലാം പറയുകയും കരയുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവൾക്ക് ഇത്രയും വിദ്യാഭ്യാസവും ഒരു ജോലിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉള്ള ഈ പെൺകുട്ടിക്ക് വേറൊരു ചിന്താഗതി വരുമെന്നോ അല്ലെങ്കിൽ അവൾക്ക് ജീവിക്കാനൊരു ബുദ്ധിമുട്ട് വരുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അന്ന് അവളുടെ മാതാപിതാക്കളും ഒപ്പം ഉണ്ടായിരുന്നു. അവരും നമ്മളോട് സംസാരിച്ചു. ഒരു കാരണവശാലും ഈ കുഞ്ഞുങ്ങൾക്കോ അവൾക്കോ ഞങ്ങളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. തുടർന്ന് ഇനി മുന്നോട്ടാണെങ്കിലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയോടു കൂടിയാണ് അന്ന് ഷൈനി സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തത്. പിന്നീടുണ്ടായ എന്ത് കാരണങ്ങളാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഈ ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളും അവളും പിന്നെ ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചു എന്ന് കേട്ടപ്പോൾ ഉണ്ടായ മനോവിഷമം ഇന്നും എൻ്റെ ചങ്കിനകത്തുനിന്ന് ഒരു ഒരു കിടുകിടുപ്പ് പോലെയാണ് എനിക്ക്. കാരണം ആ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല എൻ്റെ മകൻ്റെ കുട്ടികളുടെ ആദ്യ കുർബാന തലേ ദിവസമാണ് ഈ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന. അപ്പം അതിനും എൻ്റെ കുഞ്ഞുങ്ങൾ പോയായിരുന്നു. ഈ പിള്ളേരെല്ലാം നമ്മുടെ ആദ്യ കുർബാനയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ തുള്ളിക്കളിച്ച് നടന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് കേൾക്കുമ്പം എത്രയാണെങ്കിലും നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരും ഏത് ചിന്താഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മനസാക്ഷി വെച്ച് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അത് ഇനിയും എന്നോടന്ന് ഷൈനി സംസാരിച്ചത് തന്നെ ഇത് ലോകത്തിന് വെളിപ്പെടുത്താനായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം അന്ന് തുറന്ന് ഞാൻ സംസാരിച്ചത്. അന്ന് ആ ഷൈനി അവസാന സമയങ്ങളിൽ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഏറ്റവും അവസാനത്തെ ദിവസം ചേച്ചിയോട് മിണ്ടിയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അന്ന് അവൾ അവിടുന്ന് ഞാൻ അവളോട് ചോദിച്ചായിരുന്നല്ലോ, നീ എന്നാടി അവിടുന്ന് ഇങ്ങനെ അവിടുന്ന് പോരാൻ കാരണം എന്താണ്? ഒരിക്കലും അങ്ങനെ പോരേണ്ട ഒരാവശ്യമില്ലല്ലോ. കാരണം യാതൊരു വിധത്തിലും അത്രയും നന്നായിട്ട് ജീവിക്കുന്ന ആ കുടുംബത്തിലെ നമ്മുടെ സാധാരണ ഒരു കെട്ടുവന്ന പെണ്ണുങ്ങളെ പോലെ അല്ലല്ലോ അവളെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് ജോലി ചെയ്ത് കാരണന്മാരെ നോക്കി കുടുംബവും നോക്കി ജീവിക്കുന്ന ഒരു പെണ്ണ. വലിയ ഒരു ഫാഷൻ പരേഡിലുള്ള വസ്ത്രധാരണങ്ങളോ അങ്ങനെയോ യാതൊന്നുമില്ല. മറ്റുള്ളവരുമായിട്ട് കാര്യമായിട്ട് ഒരു സംസാരം കൂടുതൽ സംസാരിക്കാനോ മറ്റുള്ളവരോട് ഇടപെടാനോ ഒന്നും പോകാറില്ല. അത്രയും നന്നായിട്ട് കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണിന് അപ്പോൾ അവിടുന്ന് പോകേണ്ട വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല.
അപ്പോൾ പോയത് കൊണ്ടും ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടിയത് കൊണ്ടുമാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് നീ അവിടുന്ന് പോകുന്നതെന്ന്. അന്നേരമാണ് അവൾക്ക് നോബിയിൽ നിന്നും അനുഭവപ്പെട്ടതായ പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആ പീഡന കഥകളായിരുന്നു എന്നോട് പറഞ്ഞത്. കൂടുതലും പോരാണ്ടായ കാരണങ്ങൾ, പിന്നെ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവൾ അന്നേരം എന്നോട് പറഞ്ഞത്. വളരെ സങ്കടത്തോടു കൂടിയും വേദനയോടു കൂടിയാണ് പറഞ്ഞത്. ചേച്ചി, ഷൈനിയുടെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും ആത്മഹത്യ എന്നൊരു സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ ഒരു സംസാരമായിട്ട് വന്നിരുന്നോ? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെ ചിന്തിക്കേണ്ട പോലും കാര്യമില്ലല്ലോ. കാരണം നല്ല അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ജോലി ചെയ്ത് അവളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാമെന്നും ഉള്ള ഒരു ഉറപ്പ് അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അവൾക്ക് അത് പിന്നീടായിരിക്കാം ഇങ്ങനെ പല സ്ഥലങ്ങളിലേ അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നതായിരിക്കും അവൾക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും അത് അങ്ങനെയുള്ളൊരു ചിന്ത വരേണ്ട കാര്യം അവൾക്കില്ല ശരിക്കും. ഇതിൻ്റെ അകത്ത് കേസ് കാര്യങ്ങൾ കൊടുത്തായിരുന്നു. അതായത് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു, അതുപോലെ തന്നെ ഡൈവോഴ്സിന് കേസ് കൊടുത്തു. ഇവിടെ നിന്നും യാതൊരു പരിഗണനകളും കിട്ടിയില്ല. ആ ഒരു വിഷമം. അതാണ് നിയമപരമായിട്ടുള്ള യാതൊരു സപ്പോർട്ടുകളും ഷൈനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഒരു വേദന. കാരണം നിയമങ്ങൾ, നമുക്ക് സ്ത്രീകൾക്ക് നിയമങ്ങൾ ഒത്തിരി ഉണ്ട്, നിയമപരിരക്ഷ ധാരാളമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്കത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിയമം കൊണ്ട് വലിയ കാര്യമില്ല. കാരണം പിന്നെ പരാതി കൊടുത്തു പല കാര്യത്തിന്, അതായത് ഡൈവേഴ്സിന് പിന്നെ അവൾ അപേക്ഷ വെച്ചിട്ട് അതിനൊന്നും യാതൊരുവിധ ഒരു തീരുമാനങ്ങളില്ല. അത് പോട്ടെ, അല്ലാതെയുള്ള ഗാർഹിക പീഡന കേസ് കൊടുത്തല്ലോ, ആ കേസിനാണെങ്കിലും എന്തെങ്കിലും ഒരു ഇപ്പോഴും അതൊക്കെ ഒരു തെളിവായിട്ട് എടുക്കാവുന്നതാണ്. ഇതിനു മുമ്പ് ഈ കൊടുത്തിരിക്കുന്ന കേസുകൾ ഇവർക്ക് ഗാർഹിക പീഡനം നടന്നിരുന്നോ എന്നതിനുള്ള തെളിവുകളാണ് ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന കേസുകൾ. അതൊക്കെ ഇനിയുള്ള ഇതിലേക്ക് എടുത്തെങ്കിൽ മാത്രമേ അവർക്ക് നീതിയുള്ളൂ. അല്ലെങ്കിൽ തെളിവെന്നാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് തെളിവെന്നാ പറയുന്നത്. ഗാർഹിക പീഡന കേസിലെ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷതങ്ങളായിട്ട് മുഖത്തേറ്റ ക്ഷതങ്ങൾ, അതുപോലെ വയറിനേറ്റ ക്ഷതങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് പോലീസ് കേസെടുക്കുക, അതുപോലെ തന്നെ കുട്ടികളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുക, വനിതാ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ മൗനം പാലിക്കുകയാണ് സമയത്ത് ചെയ്തത്. ഇതൊക്കെ പേരിനായിട്ട് തന്നെ ഇവരൊക്കെ നിലനിൽക്കുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ നിലകൊള്ളുന്നു എന്നല്ലാതെ സ്ത്രീകൾക്ക് സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ പറയും. പക്ഷേ ഇവർക്ക് വേണ്ടി യാതൊരു പരിഗണനയും ഈ നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ള. ചേച്ചി, ഇതിനൊക്കെ എന്താ ചേച്ചി ഒരു സൊല്യൂഷൻ? ഓരോരുത്തരും ഇങ്ങനെ മരിച്ചു കഴിയുമ്പോഴത്തേനും എല്ലാവരും ഒന്ന് സടകുടഞ്ഞാണ് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ല. എന്തോരം പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീധന പീഡനത്തെ തുടർന്നും അല്ലാതെയും പല കാരണത്താൽ എത്രയോ പെൺകുട്ടികൾ മരിക്കുന്നു. പക്ഷേ ഇന്ന് വരെ അതിനെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോഴാണ് അതിനെന്തെങ്കിലും ഒരു വിധി വരുന്നത്. അപ്പോഴേക്കും സകല മനുഷ്യരും ഇതെല്ലാം മറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിധികൾ വരുമ്പോഴത്തേനും എല്ലാവരും തന്നെ, അതായത് ചിലപ്പോൾ നമ്മുടെ തലമുറയെല്ലാം ചിലപ്പം തീർന്നു പോകും. നമ്മുടെ തലമുറ തീർന്നിട്ട് അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ ഓർക്കാൻ നേരമുണ്ടോ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ ഒരിക്കലും നേരായ വഴിക്ക് നടത്തുന്നില്ല. അതാണ് നേരായ ദിശയിലല്ല പോകുന്നത്. കാരണം ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിന് തെളിവെടുപ്പുകളായി അതായി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് തീർപ്പ് കൽപ്പിക്കണം. അതായത് ഈ ഷൈനി നോബിക്കെതിരായിട്ട് ഗാർഹിക പീഡനത്തിനും ഡൈവോഴ്സിനൊക്കെ കേസ് കൊടുത്തിട്ടും പല പ്രാവശ്യവും ഈ നോബി നാട്ടിൽ വന്നിട്ട് ജോലിക്ക് പോയി ഈസി ആയിട്ട് പോയി വന്ന ഒരു പ്രതീതിയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തെയും നിയമപാലകരെയും പല്ലളിച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ കോടതികളെയും പോലീസ് സ്റ്റേഷനൊക്കെ പല്ലളിച്ച് കാണിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഷൈനീനെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് തന്നെ പറയാം. താൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാലും തനിക്ക് നല്ലൊരു നീതി കിട്ടിയാല എന്ന് ഷൈനിക്ക് വ്യക്തമായി. കാരണം നോബിയുടെ ചേട്ടന് അഡ്വക്കേറ്റാണ്, ഹൈക്കോടതി അഡ്വക്കേറ്റാണ്. അപ്പം അവരൊക്കെ നിയമത്തിൻ്റെ എല്ലാ രീതിയിലുള്ള സ്വാധീനം അവർ ഉപയോഗിക്കും, എല്ലാ പഴുതുകളും അവരടയ്ക്കും. അത് കാരണം ഷൈനി ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷൈനിക്ക് ഒരു പ്രയോജനവും ഇല്ല, അതെല്ലാം കാറ്റി പറന്നു പോകുമെന്ന് ഷൈനിക്ക് മനസ്സിലായി കാണുമായിരിക്കാം. അതായിരിക്കാം ഷൈനി ഈ ഒരു കാര്യങ്ങളിലേക്ക്, അതായത് തൻ്റെ കുട്ടികളെയും നെഞ്ചോട് ചേർത്ത് ഈ റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു നീങ്ങാനുള്ളൊരു കാരണം എന്നാണ് നമുക്ക് അതിൽ നിന്നെല്ലാം ബോധ്യമാകുന്നത്. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു നല്ല രീതിയിലുള്ള സമീപനം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊന്ന് ഒരു പരിധിവരെ അറുതി വരുമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ
പ്രത്യേകിച്ച് ഈ ഇന്ത്യയിലെ നിയമ ഭേദഗതികളൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഈ വാർത്ത ലിസ് ചേച്ചിയുടെ ആ ഒരു ടോക്കിങ്, ആ ഒരു സംസാരം ഈ കേരളത്തിലുള്ള വളരെയധികം സ്ത്രീജനങ്ങളെ കണ്ണു തുറപ്പിച്ചു. ലിസ് ചേച്ചി ആ പറഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെയൊരു അവസ്ഥകൾ നേരിടുന്ന വളരെയധികം സ്ത്രീകൾ നമ്മുടെ ഈ ചാനലിലേക്ക് വിളിച്ചു. ഒരു 50ഓളം പേര് നമ്മുടെ ചാനലിലേക്ക് വിളിച്ചു. ആത്മഹത്യയുടെ റെയിൽവേ ട്രാക്കിൽ നിന്നിട്ട് വരെയുടെ ഇന്നൊരു ആത്മഹത്യക്കായിട്ട് വന്നാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അതിൻ്റെ വോയിസൊക്കെ ജനങ്ങളിലേക്ക് ഇട്ടു. പിന്നെ വളരെയധികം ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയല്ല, ഇതുപോലെ തന്നെ പീഡനങ്ങൾ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ വിളിച്ചു. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനൽ ഒരു SI ആയിട്ട് സംസാരിച്ച് അതിനൊക്കെ അതിൻ്റേതായ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിച്ചു. കുറഞ്ഞൊരു 40-50 പേർക്കെങ്കിലും പുനർജീവൻ കൊടുക്കാൻ പറ്റിയെന്നാണ് നമുക്ക് അനുമാനിക്കുക. കാരണം ഇതിനെല്ലാം അഭിമാനിക്കേണ്ടത് ലിസ് ചേച്ചിയാണ്. കാരണം ലിസ് ചേച്ചി ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ കാരണം അന്ന് ലിസ് ചേച്ചിയുടെ ആ വാക്കുകൾ ജനങ്ങളിലേക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ പറയാനായിട്ടൊരു മോട്ടിവേഷൻ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് ഉണ്ടാകില്ലായിരുന്നു. എന്താണേലും വിഷമങ്ങൾ തന്നെയാണ്. ഇപ്പൊ 1 വർഷക്കാലമായി. ഇന്ന് 25-ാം തീയതിയാണ്. ഇപ്പം ഷൈനിയും കുട്ടികളും മരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവർ മരിച്ചതോ അല്ലെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്ന് പോയതോ അല്ല വിഷമം. അവരുടെ കുടുംബം, നമ്മളിപ്പോൾ സംസാരിച്ചതുകൊണ്ട് അവരുടെ കുടുംബത്തിന് നാണക്കേടുണ്ടായി, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാക്കി, അവർ നമ്മുടെ ഉണ്ടായി. അപ്പം മരിച്ചവർക്ക് അവരുടെ വിഷമതകളോ അല്ലെങ്കിൽ അതൊന്നും ആർക്കും, ജീവിച്ചിരിക്കുന്നവർക്ക് അത് വിഷയമല്ല. ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെ അവരെ സംരക്ഷിക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങൾ. കാരണം നമ്മളോടാണെങ്കിലും ഇപ്പം എന്തെങ്കിലും കാര്യം വരുമ്പം പല ചോദ്യങ്ങളിലൂടെ നമ്മളെ വിട്ട് കുഴപ്പിക്കാം, മനസ്സിലായോ? അങ്ങനെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ നമ്മളൊരു പെൺകുട്ടികളെ വളർത്തി, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് സ്നേഹിച്ച് വളർത്തി ഒരുത്തൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരോട് ചെയ്യാവുന്ന അത്രയും പീഡനങ്ങളും ഇതെല്ലാം സഹിപ്പിച്ച് അതുങ്ങളെ ഇങ്ങനെ കൊല്ലാനാണെങ്കിൽ നമ്മൾ ഈ പെൺകുട്ടികളെ ഇങ്ങനെ വളർത്തി കെട്ടിച്ചു വിടണമെന്നില്ല, അല്ലേ? ഇപ്പോൾ ഓരോരുത്തരും ചോദിക്കണേ അവൾക്ക് വേണമെങ്കിൽ അങ്ങനെ മരിക്കണമായിരുന്നെങ്കിൽ അവൾക്ക് അവിടെ പീഡനമേറ്റപ്പോൾ അവിടെ കിടന്ന് മരിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് അവൾ അങ്ങനെ മരിച്ചില്ല, പിന്നീടാണല്ലോ അവൾ ഇങ്ങനത്തെ ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവളെ അതുപോലെ പീഡിപ്പിച്ചതുകൊണ്ട് മാത്രമല്ലേ അവൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നത്? അല്ലെ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങണ്ടായിരുന്നല്ലോ? അവളെ കെട്ടിച്ചോട്ടെ വീട്ടിൽ തന്നെ അവൾക്ക് ജീവിക്കണ്ടായിരുന്നോ? അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാം. വീട്ടിൽ നിന്ന് ഇറങ്ങത്തക്ക രീതിയിൽ അവളെ അത്രയധികം പീഡിപ്പിച്ച് ഇറക്കിയത് കൊണ്ടല്ലേ ആ പെണ്ണിന് പിന്നീട് ഇതുപോലുള്ള വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടാക്കേണ്ട രീതിയിലുണ്ടായെങ്കിൽ കെട്ടിച്ചു വിടുന്ന ആ വീട്ടിൽ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ പറയുന്നത്, നമ്മൾ പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർ അവർക്ക് സംരക്ഷണം കൊടുക്കണം. ആ സംരക്ഷണം കൊടുക്കേണ്ടതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ അവളുടെ വീട്ടുകാർ കാരണമാണ്, അല്ലെ അവളുടെ വീട്ടുകാർക്ക് അവരെ നോക്കാമായിരുന്നു പൊന്നുപോലെ, എന്നാൽ പിന്നെ കെട്ടിച്ചു വിടാതെ അങ്ങ് പൊന്നുപോലെ നോക്കിയാൽ പോരെ. പിന്നെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിയുമ്പം പൊന്നുപോലെ നോക്കണം തന്നെ. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ മരിച്ചുപോയി അവർക്ക് പേരുദോഷം വരുത്തക്ക രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും വേണ്ട. അവർക്ക് നീതി, അതായത് 2 കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് അവർ ആദർവാനം സ്വീകരിച്ചതാണ്. ആ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലുണ്ട് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ. ഒന്നുമില്ലെങ്കിൽ അവരുടെ അമ്മയ്ക്ക് വേണ്ടി അവർ മാധ്യസ്ഥം വഹിക്കും. ആ മാധ്യസ്ഥം വഹിക്കാൻ ഈ കുഞ്ഞുങ്ങളുണ്ട്. എത്രയാണെന്ന് പറഞ്ഞാലും നീതിയുള്ള ഒരു കാര്യം എന്ന് നീതി ആകുന്നു അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിന്നു പോകത്തില്ല. കാരണം അതാണ് ദൈവത്തിൻ്റെ നിയമം. ദൈവത്തിനൊരു നിയമമുണ്ട്, ആ നിയമം. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഈ ചുങ്കം ഇടവയ്ക്കും അതുപോലെ തന്നെ അവക്കും വേണ്ടി അവർ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് 2. കാരണം ആ കുഞ്ഞുങ്ങൾ പിന്നെ അതുങ്ങൾക്ക് ശരീരമില്ലായിരുന്നു ഒരു വസ്ത്രം ധരിക്കാൻ, അടക്കം ചെയ്യാൻ നേരത്ത് അവർക്കൊരു ശരീരമില്ല. അവർ ആദുർവാനം സ്വീകരിച്ച കുഞ്ഞുങ്ങളായിരുന്നു. അവരെ ആദുർവാനം ഉടുപ്പിടിച്ചാണ് വിട്ടത്. അവൻ മന്ത്രകോടി കൊടുത്തായിരുന്നല്ലോ. ആ മന്ത്രകോടി ഉടുത്തു പോകാൻ അവൾക്ക് ശരീരം ഉണ്ടായിരുന്നോ? അപ്പം അവരൊന്ന് ആലോചിച്ചേ, അവരുടെ സകലതും അവർ ഈ ലോകത്തിൽ വിട്ടുകൊടുത്തിട്ടാണ് പോയത്. അവരുടെ ശരീരങ്ങളും മാംസകഷ്ണങ്ങളും
എല്ലാം തീർന്നു, ഒന്നുമില്ലാതെ അല്ലേ. അവർക്ക് ധരിക്കാൻ വസ്ത്രം വേണ്ട, ഒന്നും വേണ്ട. ആ രീതി വരെ അങ്ങനെ പോകണമെങ്കിൽ അവൾ എത്രമാത്രം ത്യാഗം സഹിച്ചാൽ പോയെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ മതി. കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെയധികം ആൾക്കാരുണ്ട്. പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പരസ്പരം ജീവിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് ഒരു നീതി തേടി കോടതിയിലോ അല്ലെങ്കിൽ സ്റ്റേഷനിലോ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട നീതി മേടിച്ചു കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഈ ഗവൺമെൻറ് ജീവനക്കാർക്കുള്ളതാണ്. അത് അവർ നേടിക്കൊടുത്തില്ല എന്നുള്ള കാര്യം എവിടെ വേണേലും ഈ ചാനൽ, അതുപോലെ ഈ നാട്ടുകാർ, ചുങ്കം ഏരിയയിലുള്ള നാട്ടുകാർ ഒന്നടങ്കം ആണയിട്ട് പറയും. കാരണം ഇവർ ചെയ്ത കാര്യങ്ങൾ ഇവർക്ക് തന്നെ അറിയാം. കാരണം പല സ്ഥലങ്ങളിൽ കൂടി, കോടതിയും സ്റ്റേഷൻ കോടതിയും വളരെയധികം കയറി ഇറങ്ങി നടന്നതാണ്. പക്ഷേ ഇവിടെയൊന്നും ഷൈനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോയി പരസ്പരം മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പെൺമക്കൾ ചെന്ന് കഴിഞ്ഞാൽ ആ ചെറുപ്പത്തിൽ അവരെ കാത്തു സൂക്ഷിച്ച് ആ സ്നേഹത്തോടു കൂടി തന്നെ കാത്തു സൂക്ഷിക്കും. നിന്നെ കെട്ടിച്ചു വിട്ടതല്ലേ, അല്ലെങ്കിൽ നീ അവിടെ നിൽക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുള്ള, നിൻ്റെ ബാധ്യതയെല്ലാം ഒഴിവാക്കി വിട്ടതാണ്, നിൻ്റെ സ്വർണം മൊത്തം നിൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ്, അത് കാരണം നിന്നെ ഇനി ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു രീതികൾ പറ്റിയല്ല. ചിലപ്പം പോയപ്പോൾ ഒരാളായിട്ടായിരിക്കാം പോയത്, പക്ഷെ തിരിച്ചു വന്നപ്പോൾ 2-3 പേര് കൂടെ കാണും. പക്ഷേ അവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം ആ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള സഹോദരന്മാർക്ക്, ഈ പെണ്ണിൻ്റെ സഹോദരന്മാർക്ക് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഒരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ, നിയമ ഭേദഗതികളൊക്കെ വരുത്തി നാടിനെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ നിയമപാലകർക്കുള്ളതാണ്. നിയമങ്ങൾ മാറ്റിയെഴുതണം. ഒരു ഡൈവോഴ്സിനായിട്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാലും വളരെ കാലങ്ങൾ നീണ്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ത്രീനെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും അത് ലോങ് പീരീഡ് തന്നെയാണ്. കാരണം ജീവിതം എന്ന് പറഞ്ഞ് കുറച്ച് മാത്രമേ ഉള്ളൂ. 1-2 വർഷം പരസ്പരം വേർപിരിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തം തീരുമാനങ്ങളിൽ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. അവിടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെ കടന്നുകയറ്റം അത് അവരുടെ ജീവിതത്തിലും ആ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ വളരെയധികം ബാധിക്കുമെന്നാണ്. ചേച്ചി അതിൻ്റെ ഒരു സൊല്യൂഷൻ പറയാമോ? അതെ, നമ്മൾ എത്രയാണെങ്കിലും നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ഒരു കാലം കുടുംബജീവിതത്തിലേക്ക് നമ്മളെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അതാണ് ജീവിതാവസാനം വരെ നമുക്ക് ഇത്തിരി സേഫായിട്ടുള്ളൂ. അല്ലാതെ പിന്നീടുണ്ടാകുന്നതിന് കാരണം നമുക്കും പിന്നെ ആങ്ങളമാരുണ്ട്, അവരും കെട്ടിവരുന്നു. അപ്പം കെട്ടിച്ചു വിട്ട ഒരു മകൾ വന്ന് ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ അന്തചിത്രം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഒരു കാരണവശാലും നമ്മൾ അതിനെല്ലാം മുതിരേണ്ടത് പരമാവധി നമ്മൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് ആ വരുന്ന കുടുംബത്തിലെ കുടുംബാംഗങ്ങളാണ്. ആ സാഹചര്യം ഒരുക്കേണ്ടത്, ആ സാഹചര്യം ഒരുക്കി അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക. അതുപോലെ മറ്റുള്ളവരെന്തും പറയട്ടെ, ചിലപ്പം മറ്റുള്ളവർക്ക് വന്ന മകളെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, പക്ഷെ ഭർത്താവ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതല്ലേ. ആ ഭർത്താവ് നമ്മുടെ കൂടെ, ഭാര്യയുടെ കൂടെ ഉണ്ടെങ്കിൽ അവൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പം സംഭവിച്ചത് അവൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പോയി, അതാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വരികയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ നോബിയുടെ മദ്യപാനവും അതുപോലെ തന്നെ സെലീന കൂട്ടുകെട്ടും നോബിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം നോബിയുടെ വീട്ടിൽ മദ്യപിക്കാനായിട്ട് ഒരു അനൂപ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുമായിരുന്നു. അവിടെ പോയി മദ്യത്തിൽ വെള്ളം ഒഴിച്ച് ഈ കുട്ടികളൊക്കെ വെള്ളം എടുത്തുകൊണ്ട് മദ്യത്തിൽ വെള്ളം ഒഴിക്കാനായിട്ട് കൊണ്ടു കൊടുത്തേ എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ആ പരിസരവാസികളിൽ നിന്ന് നമുക്ക് കിട്ടുക. അതൊക്കെ ഒരിക്കലും ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബനാഥൻ ഒരിക്കലും യോജിച്ച കാര്യങ്ങളല്ല. മദ്യപിക്കുകയാണെങ്കിൽ പുറത്ത് ഏതെങ്കിലും ബാറിലോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി മദ്യപിക്കാം. പക്ഷേ മദ്യപിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ അതൊന്നും കുടുംബത്തിൽ ഇങ്ങനെയുള്ള മദ്യപാനങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും ഒരു കുടുംബ ജീവിതത്തിന് മുന്നോട്ട് അത് ഒരു ആക്കം കൂട്ടിയല്ല, അത് ആ കുടുംബ ജീവിതത്തെ തന്നെ തകർക്കുകയാണ്. അതൊക്കെ നോബിയെ ബാധിച്ച കാര്യങ്ങളാണെന്നാണ് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റുന്നത്. എന്താണേലും ഈ വളരെയധികം വിഷമങ്ങളുണ്ട്. കാരണം നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പം ഫെബ്രുവരി 25-ാം തീയതിയാണ് ഇന്ന്. ഇപ്പം 3 ദിവസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൈനി മരിച്ച ആ ഡേറ്റിലേക്ക് വരികയാണ്. എങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ആ വീഡിയോ എടുത്ത അതേ ഒരു ഫീലിംഗ് തന്നെയാണ്. വളരെ സങ്കടങ്ങളാണ്. ഒരു വർഷമായെങ്കിലും ഇത്രയും ദിവസങ്ങൾ ആയെങ്കിലും നമുക്ക് അതിന്നത്തെ ആ ഓർമ്മകളിൽ നിന്ന് ഇപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടിയിട്ട് എനിക്കുള്ളതാണോ എന്ന് അറിയത്തില്ല. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് ഇത് തന്നെയാണ് ഫീലിങ്. ഈ ചുങ്കം
ഇടവകയിലുള്ള എല്ലാ ആൾക്കാർക്കും, എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള അന്ന് ആർത്തകൾ അറിഞ്ഞ ആൾക്കാർക്കെല്ലാം ഒത്തിരി പേര് എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, കാണുമ്പോൾ തന്നെ ഈ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഏത് മരണങ്ങളാണേലും ചേച്ചി പിന്നെ എങ്ങനെയുണ്ട് ചേച്ചി, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അതിന് ഇതുണ്ടോ ചേച്ചി എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പലരും ചോദിക്കും. അപ്പോൾ ഇപ്പോഴും മനുഷ്യരുടെ എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നുള്ള, അതായത് ചുങ്കെന്നല്ല വേറെ ഏത് പ്രദേശത്ത് ചെന്നാലും ഒരുമാതിരിപ്പെട്ടവർ എന്നെ കാണുമ്പോൾ അറിയുന്നുണ്ട്. അവരെന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പിന്നെ എന്നുള്ള കാര്യങ്ങൾ, ചേച്ചിക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഭീഷണി ഉണ്ടാകാം, ചിലപ്പം അവർ നമ്മളെ പിന്നെ നോക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് സാഹചര്യത്തിലും നമ്മൾ പിന്നെ അവരിൽ നിന്ന് നമുക്ക് ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാനിത്രേ പറയുന്നുള്ളൂ, എനിക്ക് അതിലൊരു പേടിയില്ല. കാരണം നമ്മൾ എന്താണേലും മരിക്കണം, ഒരു രക്തസാക്ഷിയായിട്ട് മരിക്കാനും ഞാൻ തയ്യാറാണ്. എനിക്കതിനൊരു മടിയില്ല. കാരണം ഈ ലോകത്തിൽ നടക്കുന്ന ഈ തിന്മകളെക്കുറിച്ചൊരു വാക്ക് പറയാൻ എല്ലാവർക്കും പേടിയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറണമല്ലോ, അല്ലെ എന്നോട് കോടതി ചോദ്യം ചെയ്യുമല്ലോ. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നിട്ട് കാര്യമില്ല. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മളൊരു സമൂഹ ജീവിയാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രതികരണം പറയാൻ ദൈവം എന്നെ അനുവദിച്ചു. അത് ഞാൻ പറഞ്ഞു. എനിക്കതിനുള്ള കൃപ എൻ്റെ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം അന്ന് ചുങ്കം പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് ഈ ചേച്ചിനെ കാണുന്നത്. അന്നും ചേച്ചി സങ്കടമുള്ള ഒരു മുഖമായിട്ട് അന്ന് ആ ഫീലിംഗ് ഇപ്പോഴും ചേച്ചിക്ക്, ഞങ്ങൾക്കെല്ലാം അതുതന്നെയാണ്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഇതിൽ നിന്നൊരു നമുക്ക് നമ്മുടെ കുടുംബത്തിലൊരാൾ പോയൊരു ഫീലിംഗാണ്. കാരണം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ബന്ധത്തിലാണെങ്കിലും ഒത്തിരി ആൾക്കാർ നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം, മരിച്ച ആ ഒരു സാഹചര്യമായിരിക്കാം, തിരഞ്ഞെടുത്ത മാർഗമായിരിക്കാം നമ്മളെ അത്ര അധികം വേദനിപ്പിക്കുക. ചേച്ചി പറഞ്ഞു, അതായത് ഡ്രസ്സ് പോലും എടുക്കാതെ, ഒരു ഡ്രസ്സ് പോലും അണിയാതെ പോയ ഒരാളെന്ന് പറയുമ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മളെ ഇതുപോലെ മനസ്സിനെ അതുപോലെ മുറിവേൽപ്പിക്കുന്നത്. എന്താണേലും ഇതുപോലെ തന്നെ വളരെയധികം സ്ത്രീ ജനങ്ങൾ, ആണുങ്ങളും പെണ്ണുങ്ങളും, അതുപോലെ തന്നെ ആണുങ്ങളും ഉണ്ട്. ആണുങ്ങൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ആണുങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുമുണ്ട്. ഇങ്ങനെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വിളിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ചാനലിലേക്ക്, നല്ല വാർത്തകൾ കൊടുക്കുന്ന ചാനലിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോയിസ് ഇട്ട് കൊടുത്താൽ, ഫേസ് പോലും കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കാതെ, നിങ്ങളൊരു പ്രാവശ്യം പോലും കാണാത്ത വളരെയധികം ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കാനായിട്ട്, നിങ്ങളുടെ ഒപ്പം നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പുണ്ട്. ലിസ് ചേച്ചിയാണേലും ഈ ഒരു വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് പല പരാതികൾ നമ്മുടെ ചാനലിലേക്ക് വന്നപ്പോൾ ആണെങ്കിലും ചേച്ചി അവരെ വിളിച്ച് സംസാരിക്കാനും കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ ചേച്ചിയും തയ്യാറായിട്ടുണ്ട്. ചേച്ചിക്ക് ഒത്തിരി നന്ദി മാത്രമേ നമുക്ക് ഈ ചാനലിൻ്റെ പേർക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ചേച്ചിക്കാണെങ്കിലും അന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെ ചേച്ചീനെ അന്ന് കണ്ട ആ സ്നേഹം ഇന്നും ഉണ്ട്. ജീവിതകാലം മൊത്തം ചേച്ചിക്ക് ആ സപ്പോർട്ട് ഈ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുകയും ചെയ്യും. കാരണം ചേച്ചീനെ പോലെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളൊരു ധീര വനിതകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ 10 പേര് തുറന്ന് സംസാരിക്കാനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ നാടിന് തന്നെ ഒരു അനുഗ്രഹമാണ്. വരും ഭാവിക്ക് അത് ഒരു മുതൽക്കൂട്ടാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ചേച്ചീനെ കാണാനും പരിചയപ്പെടാനും വന്നതിൽ ഒത്തിരി സന്തോഷം. ഇടയ്ക്കൊക്കെ ചേച്ചീനെ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ചേച്ചീനെ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ തിരക്കാറുണ്ട്. ചിലപ്പോൾ 1 മാസം കൂടുമ്പോഴൊക്കെ വിളിക്കാറുണ്ട്. ചേച്ചി അത് സ്നേഹത്തോടെയുള്ള മോനെ എന്നുള്ള ഒരു വിളി തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ചേച്ചിയുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലൊക്കെ നല്ല രീതിയിലേക്ക് പോകാനായിട്ട് വീണ്ടും നല്ല നല്ല കൂട്ടുകാരെയും പരിചയക്കാരെയൊക്കെ കിട്ടാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായത്. ഇതാണേലും നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ.